Hello friends, welcome back to our spoken English course. In the previous class we learned about tenses and simple present tense. മനസ്സിലായില്ലേ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വളരെ എളുപ്പമായിരുന്നു അല്ലേ? സബ്ജക്റ്റിൻ്റെ കൂടെ വെർബിൻ്റെ ഒന്നാം രൂപം ചേർത്താൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയി. നമ്മൾ ഉദാഹരണങ്ങൾ കുറേ പഠിച്ചു. ഐ റീഡ്, ഷീ റീഡ്സ്, വി പ്ലേ, ഹീ പ്ലേസ്, ഇങ്ങനെ കുറേ സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു. അതായത് ഐ വി യുരെ കൂടെ വെർബ് തന്നെ നിർത്തും. ബാക്കി ഹീ ഷീ ഇറ്റ് അതുപോലെ ഏതെങ്കിലും സിംഗുലറിൻ്റെ കൂടെ എസ്സും കൂടി ചേർക്കും വെർബിൻ്റെ കൂടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് ടെൻസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരുമ്പോൾ ഏത് ടെൻസ് ഉപയോഗിക്കണം? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർ ടി വി കാണുകയാണ്. ഇതുപോലുള്ള വാക്യങ്ങൾ പറയാൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്രാമർ ബുദ്ധിമുട്ടാണെന്നൊന്നും കരുതണ്ടാട്ടാ. വളരെ ലളിതമായിട്ട് ഞാൻ ഉദാഹരണങ്ങളോട് കൂടി വിശദീകരിച്ചു തരാം. ഈ ക്ലാസ് അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് സ്വന്തമായി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പോൾ ഈ നിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ പറയാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി. ഈ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. സബ്ജക്റ്റ് ഹീ ഷീ ഇറ്റ് അതുപോലെ ഏതെങ്കിലും സിംഗുലർ നൗൺ ആണെങ്കിൽ ഈസ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. സബ്ജക്റ്റ് യു വി ദേ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലൂരൽ നൗൺ ആണെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഞാൻ എന്ന് വെച്ചാൽ ഐ, കത്ത് എന്ന് വെച്ചാൽ ലെറ്റർ, എഴുതുക എന്ന് വെച്ചാൽ റൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാക്കുമ്പോൾ ഞാൻ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, ആം റൈറ്റിംഗ് എ ലെറ്റർ. ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് പറയുക? ഐ ആം ഡ്രിങ്കിങ് വാട്ടർ. അടുത്ത നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കൂ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ്? ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. അടുത്തത് നമ്മുടെ സബ്ജക്റ്റ് ഹീ ഷീ അല്ലെങ്കിൽ ഇറ്റ്, അതോ ഈ സിംഗുലർ ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് വരികയാണെങ്കിൽ നമ്മൾ വെക്കേണ്ടത് എന്താണ്? ഈസ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അവൾ, ഷീ. പുസ്തകം ബുക്ക്, വായിക്കുക റീഡ്. അപ്പോൾ എങ്ങനെയാണ്? അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അവൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. അടുത്തത് നിങ്ങളുടെ ടേൺ ആണ്. അവൾ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് പറയുക? ഷീ ഈസ് ടോക്കിംഗ് ഓൺ ഫോൺ. അവൻ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ എന്ന് വെച്ചാൽ ഹീ ഈസ് പ്ലേയിങ് ഫുട്ബോൾ. അവൻ കാർ ഓടിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് പറയുക? ഹീ ഈസ് ഡ്രൈവിങ് എ കാർ. അവൻ ഉച്ചഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞു നോക്കിയേ. യെസ്, ഹീ ഈസ് ഈറ്റിംഗ് ലഞ്ച്. അടുത്തത് നമ്മൾ നോക്കാം. സബ്ജക്റ്റ് ഒന്നുകിൽ യു അല്ലെങ്കിൽ വി അല്ലെങ്കിൽ ദേ, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്ലൂരലായിട്ടുള്ള സബ്ജക്റ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ വെക്കണം ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. നമുക്ക് ഉദാഹരണം നോക്കാം. അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെ നമ്മൾ പറയുക? അവർ, ദേ. ടി വി തന്നെ. പിന്നെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതിനുള്ള വെർബ് എന്താണ്? വാച്ച്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാക്കുമ്പോൾ ദേ ആർ വാച്ചിങ് ടി വി. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ഇവിടെ നമുക്ക് കാണാം ഈ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക? അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ സ്റ്റഡിയിങ്. ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിനായിട്ട് ടേബിൾ തന്നിട്ടുണ്ട്. അതായത് സബ്ജക്റ്റ് ഐ വരുമ്പോൾ ആം, പിന്നെ ഹീ ഷീ ഇറ്റ് വരുമ്പോൾ ഈസ്, യു വി ദേ വരുമ്പോൾ ആർ. ഇതിന് ശേഷം വെർബിനോട് കൂടി ഐ എൻ ജിയും കൂടി ചേർക്കണം. ഇപ്പോൾ റൈറ്റ് എന്നുള്ളത് റൈറ്റിംഗ് ആവും, റീഡ് എന്നുള്ളത് റീഡിംഗ് ആവും, പ്ലേ എന്നുള്ളത് പ്ലേയിങ് ആവും. അപ്പോൾ പ്രധാന കാര്യം നമ്മളിപ്പോൾ നടക്കുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറയുവാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഉദാഹരണങ്ങൾ കണ്ടു. ഈ എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമല്ലോ. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്,
ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം മതിയാകില്ല. ഇന്ന് പഠിച്ച വാക്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. സ്വയം പുതിയ വാക്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഉദാഹരണം, ഐ ആം ഗോയിങ് ടു മാർക്കറ്റ്, ഷീ ഈസ് ഡാൻസിങ് വെരി വെൽ. ഇങ്ങനെ കുറേ സെൻറ്റൻസുകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരേ ഒരു മാർഗം പ്രാക്ടീസ് മാത്രമാണ്. ദിവസവും കുറച്ച് സമയം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വേഗത്തിൽ പുരോഗതി കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എനിക്ക് കൂടുതൽ ക്ലാസ്സുകൾ തയ്യാറാക്കാനുള്ള പ്രചോദനമാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ പ്രാക്ടീസ് ചെയ്യൂ, ഇംഗ്ലീഷ് സംസാരിക്കൂ. ബൈ, ടേക്ക് കെയർ.